പ്രത്യേക യൂട്യൂബ് ചാനൽ വഴി ലോക രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൃപാവരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ അല്പനിമിഷം ധ്യാനിപ്പാൻ 128 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിലേക്ക് വരുന്നു. 128 സങ്കീർത്തനം 1 വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. 128 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ 1 വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി ആഴമേറിയ ചിന്തകൾ 6 വാക്യത്തിനകത്ത് സംഗീത പ്രമാണിയായിരിക്കുന്ന സ്തോത്രം ദാവീദ് രാജാവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഏവനും എന്ന് പറയുമ്പോൾ മതമോ ജാതിയോ കറുത്തവനോ വെളുത്തവനോ ഒന്നുമല്ല. ഏത് വ്യക്തി ദൈവത്തെ ഭയപ്പെടുമോ, ഹല്ലേലൂയ, അവനാണ് ഭാഗ്യവാൻ. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ദൈവവേദലേ. ആമേൻ. എന്നാൽ ഈ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെ ഭയപ്പെടാതെ, അല്പം പോലും ലെബലേശം പോലും സഭയെ ഭയപ്പെടാതെ, പുരോഹിതന്മാരെ ഭയപ്പെടാതെ, സ്തോത്രം, വാഴ്ത്തത്വങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാനായി തയ്യാറാകുമ്പോൾ വാഴ്ത്തത്വങ്ങൾ നിറവേറത്തില്ല. കാരണം അടിസ്ഥാനമേ മാറിക്കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, യഹോവയെ ഭയപ്പെട്ട് സ്തോത്രം ദൈവത്തെ ഭയപ്പെടാൻ സ്തോത്രം നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ കാലഘട്ടം വളരെ ദുഷ്കരമേറിയ കാലഘട്ടമാണ്. ദൈവത്തെ പേടിയില്ലാത്തൊരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. ആമേൻ. അതിശക്തമായി സ്തോത്രം പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ നോക്കൂ, പറയുന്നു അവൻ്റെ വഴികളിൽ നടക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഏവനും ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വഴിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ പ്രഭാതത്തിൽ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. പലപ്പോഴും ആ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ കഴിയാതെ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോകുന്ന ഒത്തിരി ജനമുണ്ട്. സ്തോത്രം. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവർ പറയുന്നു നമുക്ക് കഴിയുന്നില്ല. എന്നാൽ 2 വാക്യം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ എന്ത് ചെയ്യും? തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു ദൈവപൈതലിനെ കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്. അവൻ്റെ വഴിയിൽ നടക്കുന്നവനാണ് ഭാഗ്യവാൻ. അപ്പോൾ അവൻ്റെ കൈകളുടെ അധ്വാനം എന്ത് ചെയ്യും? അവൻ തിന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത നന്മയൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. സ്തോത്രം. ആമേൻ. ഇപ്പോൾ 1000 രൂപയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ സന്ധ്യാസമയമാകുമ്പോൾ അത് 2000 മാറുകയാണ്. എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ പിന്നെയും 1000 രൂപ ബാധ്യതയിട്ട് ഹോസ്പിറ്റലിലോ മറ്റ് വിപത്തുകളിലോ ഒക്കെ ജനം ആയിക്കൊണ്ടിരിക്കുന്നു. അധ്വാന ഫലം പോലും തിന്നാൻ കഴിയാതെ, അധ്വാനിക്കുന്ന നന്മ പോലും സന്തോഷത്തോടും സമാധാനത്തോടും അനുഭവിപ്പാൻ കഴിയാതെ മുൻപിലോട്ട് പോകുന്ന ആയിരക്കണക്കിന് ജനമുണ്ട്. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? അവർ പകലന്തിയോളം ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ ദൈവത്തെ പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല. അവർക്ക് ഉപജീവന വഴി. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? അന്നന്ന് ഉണ്ണാനും അന്നന്ന് ഉടുപ്പാനുമുണ്ടെങ്കിൽ അത് മതി എന്നെന്ത് ചെയ്യുക? വയ്ക്കുക. സ്തോത്രം. അപ്പോൾ ആ തലത്തിലേക്ക് സ്തോത്രം ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനെ ഭയപ്പെടുന്നതല്ല, ദൈവത്തെ ഭയപ്പെടുന്ന. ഇന്ന് പകൽക്കാലം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്മ വരണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്നവൻ സഭയെ ഭയപ്പെടും. സഭയെ ഭയപ്പെടുന്നവൻ പുരോഹിതനെ ഭയപ്പെട്ട് കീഴടങ്ങിയിരിക്കും. സ്തോത്രം. സഭാജനത്തെ സ്നേഹിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്.
സമാജനത്തോട് ഇടപെടുന്നത് വളരെ താഴ്മയോടെ ആയിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനെ കാണുമ്പോൾ അറിയാം, ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ശുശ്രൂഷ കേൾക്കുമ്പോൾ അറിയാം, ദൈവത്തെ ഭയപ്പെടുന്നവനോട് സംസാരിക്കുമ്പോൾ അറിയാം. ഇന്ന് പകലിൽ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവ പൈതലേ, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ഇന്ന് പകലിൽ ഒരു വലിയ അനുഗ്രഹം നിന്റെ മേൽ ഈ ദൈവം വച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൻ്റെ അകത്തളങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് നമ്മെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരു ദൈവഭയം വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 3-ാം വാക്യം പറയുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. അപ്പോൾ മുന്തിരിവള്ളി പോലെയും, മുന്തിരിവള്ളിയല്ല, അതുപോലെ എന്താണ്, മുന്തിരിയിൽ എപ്പോഴും ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഫലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ എന്താ, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഈ രണ്ടിനും വില കൂടുതലാണ്. മുന്തിരിയേക്കാൾ ക്വാളിറ്റിയാണ് ഒലിവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തലമുറയിൽ ആ ഒരു ഫലം കാണുന്നുണ്ടോ? ഒലിവ് വൃക്ഷം പോലെയാണോ അവരിപ്പോൾ വളർന്നിരിക്കുന്നത്? അല്ലെങ്കിൽ മുന്തിരിവള്ളി പോലെയാണോ ഇപ്പോഴത്തെ രീതി? സ്തോത്രം. ആ കൊമ്പുകളിൽ പറ്റിക്കിടന്നാണോ മുന്തിരിവള്ളി ഫലം കായ്ക്കുന്നത്? ചില മുന്തിരിവള്ളി കരിഞ്ഞു പോവും. എന്തെന്നറിയാമോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ മുന്തിരിവള്ളി കരിഞ്ഞിരിക്കുന്ന കാണാം. പക്ഷെ അതെന്താണെന്നറിയാമോ? തണ്ടുകളിൽ പറ്റി നിൽക്കുക അതിന് പറ്റില്ല, അതിന് മനസ്സില്ല, ഒറ്റയ്ക്ക് വളരാൻ നോക്കും, അതാണ് കരിഞ്ഞു പോകുന്നത്. എന്നാൽ തണ്ടുകളിൽ പറ്റി നിൽക്കുന്ന മുന്തിരിവള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? സ്തോത്രം. കൊമ്പുകൾ ആരെന്നറിയാമോ? ഹല്ലേലൂയ. തണ്ട് ആരെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അതിലെ വള്ളികളാണ്, അല്ലെങ്കിൽ മുന്തിരിയാണ് പറ്റി നിൽക്കുന്ന ദൈവ പൈതൽ. അങ്ങനെ ഇന്ന് പകൽക്കാലം ആ കർത്താവിനോട് പറ്റി നിന്നാൽ നിനക്ക് ഫലം കായ്ക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. രാവും പകലും കർത്താവിൻ്റെ സന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് മുമ്പിലോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുന്നത്. സ്തോത്രം. മക്കളെന്താണ്? ഒലിവ് തൈകൾ പോലെയാണോ ഇരിക്കുന്നത്? പറയുന്നത് കേൾക്കുന്നുണ്ടോ? അനുസരിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? അവർ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ, അതൊക്കെ നോക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സൺഡേ സ്കൂൾ പോലും മുടക്കുന്ന നൂറുകണക്കിന് പിള്ളേരുണ്ട്. സ്തോത്രം. അവരെല്ലാം മൊബൈൽ ഫോണിനകത്തായിപ്പോയി. മാതാവും പിതാവും ഒക്കെ അവർക്ക് മൊബൈൽ കൊടുത്ത് അവരാ ലോകത്തിനകത്ത് ആക്കിയിട്ടിരിക്കുക. കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റു പറയാൻ പാടില്ല. മാതാവിനെയും പിതാവിനെയുമാണ് തെറ്റു പറയേണ്ടത്. അവരെന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ ഭയപ്പെടുന്നില്ല. സ്തോത്രം. അവർ ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ട് തലമുറകൾ ഒലിവ് തൈകൾ പോലെ വരേണ്ട തലമുറകൾ ഇന്ന് കാഞ്ഞിരം പോലെ കയ്ക്കുകയാണ്. സ്തോത്രം. തലമുറകളെ കൊണ്ട് മാതാപിതാക്കൾ ഇന്ന് പൊറുതിമുട്ടിയിരിക്കുക. സ്തോത്രം. അവരുടെ സ്വന്തമായ തീരുമാനങ്ങൾക്ക് അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മാതാവും പിതാവും അവരെ മൊബൈൽ ഫോണിനകത്ത് അഡിക്റ്റാക്കി കളഞ്ഞു. സ്തോത്രം. ഇന്നേക്ക് സ്തോത്രം. ഒരു 30 വർഷം ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നും വലിയ വിപണിയിലില്ലാത്തൊരു കാലഘട്ടം. ഒരു ഫോൺ ചെയ്യണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ഒരു വീട്ടിൽ, ചിലപ്പോൾ ഒരു വീട്ടിലേക്ക് ആയിരിക്കും ഒരു ഫോൺ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്നങ്ങനെയാണോ? ഒരാളുടെ കയ്യിൽ 8-10 മൊബൈൽ ഫോണുകളാണ്. അപ്പനും അമ്മയും അറിയാത്ത വേറെയും ഫോണുകൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, യഹോവയെ ഭയപ്പെട്ടാൽ നീ ഒരു ഒലിവ് തൈ പോലെ ആയിരിക്കും. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.